സർവീസ് റോഡ് പിടിക്കാം. കുറച്ച് ഡിലേ തുടങ്ങിയിട്ടില്ല വന്നതിന് വലിയ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതേ 6:30 ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ വ്യത്യസ്തമായ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. എന്താ പറ്റിയേ? സ്പാനറിൻ്റെ ആവശ്യമില്ലല്ലോ. അവിടെ ചേട്ടൻ്റെ ചെയിൻ കവർ കുറച്ച് ലൂസായിട്ട് അത് പോയി പുള്ളി അത് കെട്ടിയിട്ടുണ്ട്. ഞാൻ ടിപ്പ് റോഡാണ് കേട്ടോ. ഹൈവേക്ക് പാരലായിട്ടുള്ള റോഡിൽ കൂടാണ് പോണത്. കാരണം ആ വഴിയെ പോയി കഴിഞ്ഞാൽ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കച്ചറ റോഡാണല്ലോ. അതുകൊണ്ട് പരമാവധി ഈ റോഡിൽ പിടിച്ച് നോക്കാം. കുറച്ചെത്തി വാടാൻപിള്ളി എന്നാണ്ട് തിരിയാന്ന് വിചാരിക്കുന്നു. ഈ റോഡ് വരുന്നതിൻ്റെ ഭാഗമായിട്ട് ടിപ്പു റോഡ് എവിടേക്ക് മുറിയും. ഇങ്ങനെ സർവീസ് റോഡൊക്കെ എടുത്ത് പോകേണ്ടി വരും. ഇപ്പോൾ ഈ വഴിക്ക് പോകണോണ്ട് കുഴപ്പമില്ല. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് സർവീസ് റോഡ് ഉണ്ടാവില്ല. ഒരു യൂട്ടനൊക്കെ അടിച്ച് അടുത്ത പാലം ഇറങ്ങി വരേണ്ടി വരും റോട്ടിൽ കിടക്കണമെങ്കിൽ. അതൊരു വല്ലാത്തൊരു പോരായ്മയാണ്. റോഡിൻ്റെ ഭാഗം വന്ന് കയറുന്നത് ഇവിടെ കേട്ടോ. ഏഴാങ്കല്ല് കിയ ഷോറൂമിൻ്റെ തൊട്ടടുത്ത് വന്നിട്ടാണ് കയറുന്നത്. ഒന്ന് ഓർമ്മിച്ചടിച്ചിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇതൊക്കെ ഭാവിയിൽ റോഡായിട്ട് മാറുന്ന സമയത്ത് നമ്മുടെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഈ ഭാഗങ്ങളൊക്കെ കാണാം. ഇപ്പം നിങ്ങൾ കണ്ടില്ലെങ്കിലും അന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്കിനി ഈ റോഡൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിലേ പോകാൻ പറ്റില്ലല്ലോ. നിരോധിത മേഖലകളല്ലേ. സൈക്കിള്, 2 വീലർ, അതുപോലെ ഓട്ടോറിക്ഷ, ട്രാക്ടർ ഒക്കെ ഇതിലെ നിരോധിച്ചിട്ടുള്ളതാണ്. ചെറിയ ചേട്ടൻ്റെ സൈക്കിൾ നോക്കി, ചെറിയ സൈക്കിളിന്. അപ്പം നിങ്ങൾക്ക് സൈക്കിൾ എഴുതുന്നില്ല. അടുത്തിറങ്ങുക, ചവിട്ടുക, പൊളിക്കുക. അത് റോഡോട് അവസാനിച്ചു കേട്ടോ. ഇനി വീണ്ടും അങ്ങോട്ടേക്ക് ഇറങ്ങേണ്ടി വരും. തൽക്കാലം ഇതിൽ ഒരു ഗ്യാപ്പ് ഉണ്ടോ നോട്ടെ. ലേബ് ഇടും. ഇങ്ങനെ സൈഡിൽ കൂടെ പോവാം. അയ്യോ, റോഡില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഓപ്പോസിറ്റ് സർവീസ് റോഡ് പിടിക്കാം. അവിടെ ഒരു വണ്ടി ടൈനിങ്ങിൽ വന്നിട്ട് അവർ ഉറങ്ങിയെന്നാണ് പറഞ്ഞത്. വേറെ ആർക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ല. ടയറൊന്ന് ജസ്റ്റ് ടിസ്റ്റായി. അതിനെ ഭയങ്കര ഭാഗ്യമാണ്. അതിനൊക്കെ റെയിൻ വിളിക്കാണ്ട് പോകാനും പറ്റില്ല. എവിടുന്ന് വരുന്നതാ? അതെ, ക്രെയിൻ വിളിക്കാണ്ട് പോകാൻ പറ്റത്.
ബാക്കിൽ വന്ന് അടിച്ചാൽ ഉറങ്ങിയതാ ഈ സൈഡിലത്തെ ഒന്ന് അടിച്ചു അതിൻ്റെ ടയർ ഒന്നും പറ്റിയില്ല വണ്ടിക്ക് മാത്രം പറ്റിയിട്ടുള്ളൂ കേടില്ലാത്തൊരു അടി അടിച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഫ്രണ്ട് ടയറൊക്കെ തിരിഞ്ഞെടുക്കണം അവർ ജസ്റ്റ് ഒന്ന് ഉറങ്ങിപ്പോയതാണ് ഗുരുവായൂർക്ക് പോകാൻ തോന്നുന്നുണ്ട് അപ്പോൾ ഉറക്കം വരുന്നുണ്ടെങ്കിൽ പരമാവധി നിങ്ങളൊന്ന് സൈഡാക്കി മുഖമൊക്കെ കഴിഞ്ഞ് റിഫ്രഷ് ചെയ്യാൻ നോക്കാം കുറച്ചുള്ളെങ്കിലും നമ്മൾ ഉറക്കം വന്നു കഴിഞ്ഞാൽ വണ്ടി സൈഡാക്കാം കുറച്ച് നേരം ഒന്ന് ചെറിയൊരു ഉറങ്ങാം 5 മിനിറ്റ് ഉറങ്ങിയാൽ മതി സെറ്റാവും അല്ലെങ്കിൽ ഒരു ചായ പിടിക്കുക മുഖം കഴുകുക അല്ലെങ്കിൽ നമ്മൾക്ക് മാത്രമല്ല ബാക്കി എല്ലാവർക്കും അത് അപകടമായിട്ട് വരും അതൊരു ഞാനും ഡ്രൈവറാണ് ഉറക്കം വരുന്ന സമയത്ത് ഞാൻ പരമാവധി സൈഡാക്കി കിടന്ന് ഉറങ്ങാറുണ്ട് അല്ല മുഖം കഴുകാറുണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ വണ്ടി ഓടിക്കാറുള്ളത് എല്ലാവരും ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതായിരിക്കും പ്രത്യേകിച്ച് അറിയാത്ത റോഡിലൂടെ പോകും അത് നമുക്ക് പോകേണ്ട റോഡ് ഇതാണ് കേട്ടോ അഞ്ചാങ്കല്ല് ഒഴുകി കയറിക്ക് ആ ചേറ്റുവ സൈഡിൽ നിന്ന് പറഞ്ഞൊരു ചേറ്റുവ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെഫ്റ്റ് അഞ്ചാങ്കല്ല് ഒഴുകി കയറാം കേട്ടോ ഇനിയിപ്പോൾ എറണാകുളം കൊടുങ്ങല്ലൂർ ആ സൈഡിൽ നിന്ന് വരുന്നത് മറ്റേ ഏങ്ങണ്ടിയൂർ ആ ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ റൈറ്റ് പിടിച്ച് കഴിഞ്ഞാൽ അഞ്ചാങ്കല്ല് റോഡ് കാണാം ആ വഴിക്ക് പിടിക്കാം കുറച്ച് ദിവസങ്ങളാണ് അവിടെ പ്രോഗ്രാം ഉണ്ടാവുക ഞാൻ പറഞ്ഞ് പൊലിപ്പിക്കുന്നില്ല നിങ്ങൾക്ക് കണ്ടറിയാം അവിടെ ചില കാരണങ്ങൾ കൊണ്ട് ചില ദിവസങ്ങൾ ഉണ്ടാവാറുമില്ല അപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടോ ഭാഗ്യമില്ലേ അത് അവിടെ ചെല്ലുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ എന്തായാലും പോയി നോക്കാം പുളിക്കക്കടവ് പാലം കേട്ടോ അവഞ്ഞ് പുളിക്കക്കടവ് പാലം ഇറങ്ങിയിട്ടുള്ള ദൃശ്യമാണ് നമ്മൾ കാണാൻ പോണത് സൈക്കിളിൽ കയറിയിട്ടല്ല സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കയറ്റം കയറുന്ന സമയത്ത് ഡൗൺ ചെയ്തിട്ട് പതുക്കെ ചവിട്ടിയാൽ മതി കയറി അങ്ങോട്ട് പൊക്കോളും 2 ചേട്ടന്മാർ ഇതേ പാലം പൊളിച്ചിടല്ല എക്സസൈസ് ചെയ്യണ്ട കേട്ടോ അത് കിട്ടണം പോയില്ല അല്ലേ അങ്ങനെ അപ്പോൾ ഇതേ പുളിക്കക്കടവ് പാലത്തുമ്പോൾ ഉണ്ടോ നിൽക്കണേ പാലത്തിൻ്റെ അവിടെ നിന്നുള്ള വ്യൂ ആണ് കാണുന്നത് അപ്പം അതേ അടിപൊളിയാണ് പുളിക്കക്കടവ് പാലം പക്ഷേ ഇവിടെ ഒരു പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടപ്പാതില്ല അവിടെ ഈ സൈഡിൽ കൂടെ കയറി നടക്കേണ്ടി വരും അത് ഭയങ്കര റിസ്ക്കാണ് പക്ഷേ റോഡിന് കുറച്ച് വലിപ്പമുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞ് ഈ പാലം ഇറങ്ങിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന അവിടെയാണ് നമ്മളെ പ്രോഗ്രാം നടക്കുന്നത് അവിടെ മൈക്കിൻ്റെ ഒക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ പാടുകാർ ഒറിജിനൽ പാടുകാർ ഞാൻ പുറത്താക്കും
റോസേട്ട് ഒന്ന് പുറത്താക്കോ. ഇവര് പറഞ്ഞു ഇതാണ് ഇതിന്റെ ശരിക്കും മൊയിലാളി എന്ന് പറഞ്ഞേ. പേരെന്ന് പറഞ്ഞേ അപ്പൊ ഇവിടെ ആൾക്കാർ വന്നു തുടങ്ങിയിട്ടുള്ളൂ. ഏകദേശം എത്ര മണിക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും? ഏതാണ്ട് 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാനാണ്. കുറച്ച് ഡിലേ തുടങ്ങിയിട്ടില്ല. എല്ലാവരും വന്നതിന് വലിയൊരു ക്രൗഡായിരിക്കും അല്ലേ? സ്പേസ് ഉണ്ടാവില്ല. അതെ, അടിപൊളി. അപ്പൊ എന്തായാലും തുടങ്ങിക്കോ. ഞാൻ പൊളി തുടങ്ങാൻ പോണ്. ഒരുപാട് നന്ദി. ഞാൻ കുറെ നാളായി ഇങ്ങോട്ട് വരാൻ വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ റൈഡ് ഇങ്ങോട്ട് വെച്ച കാരണം ഉണ്ടാവും എന്ന് വിചാരിച്ച് പോന്നാനാണ്. അതുകൊണ്ട് ഇത്ര ആൾക്കാരെ കാണാൻ പറ്റി. ഒരുപാട് നന്ദിയുണ്ട്. ഇതുപോലത്തെ നല്ല നല്ല പ്രോഗ്രാം ഇനിയും അവർക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റട്ടെ. ഇതൊരു വലിയൊരു കൂട്ടമായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ്. മണിച്ചേട്ടന്റെ ഒരു പാട്ടാണ് ഇവിടെ എല്ലാവരും പാടി കഴിഞ്ഞതാണ്. കയ്യോട്ടി പാട്ടോളാം. ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം എന്നെ പിരിഞ്ഞു നീ പോയില്ലേടി. ഇന്നെന്റെ വീട്ടില് കല്യാണാലങ്കാരോ, ഇന്നെന്റെ വീട്ടില് കണ്ണീരാടി. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ ഉടപ്പുഴയാകെ അലഞ്ഞോ ഞാണ്ടി. നിന്നെ കുറിച്ചുള്ളതായിരുന്നു. ഓടുന്ന വണ്ടിയിലോ കിട്ടുന്നോരായാസം നിന്നെ കുറിച്ചുള്ളതായിരുന്നു. കാണും ചുമരിച്ചാലോ മഴ പെയ്യുമ്പോൾ സിദ്ധമായും. കുതിരയ്ക്കോ കൊമ്പില്ല, മുതിരയ്ക്കോ മതിരില്ല, പത്തില പാമ്പിന് പത്തിയില്ല. ഒരപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ ഉടകുടയാകെ അലഞ്ഞോനാണ്ടേ. എനിക്ക് നല്ലൊരു കയ്യൊരു ക്ലാപ്പ് ചെയ്യാൻ നല്ല സാധിക്കും. മുളയ്ക്കില്ല, പാലിനോ കഴിക്കില്ല, വിനയിൽ നീട്ടാത്ത രാഗമില്ല. ഉപ്പുളകില്ല, പാലിനോ കഴിക്കില്ല, വിനയിൽ നീട്ടാത്ത രാഗമില്ല. പെണ്ണൂരും വിട്ടാലോ പെരുമ്പാമ്പും വഴിമാറൂ, കണ്ടാലറിയാത്തോൻ കൊണ്ടറിയൂ. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ ഉടപ്പുഴയാകെ അലഞ്ഞോ ഞാനേ. ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടിയില്ല, ഉടപ്പുഴയാകെ അലഞ്ഞോ ഞാൻ. ഓടപ്പഴം പോ
സലീം അയ്യോ ഇത് ഓഫായി പോയി. ഇതേ പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് ചാവക്കാട് ബുള്ളറ്റ് ക്ലബിലത്തെ ബുള്ളറ്റുകളാണ് ഇരിക്കുന്നത്. ഇവിടെ മുതൽ ഗുരുവായൂരാണല്ലോ, ചാവക്കാടല്ല അല്ലേ? ഗുരുവായൂർ ബുള്ളറ്റ് ക്ലബിലത്തെ ബുള്ളറ്റുകളാണ് ഇവിടെ തൊട്ട് അറ്റം വരെ ഇരിക്കുന്നത്. ഇത് ഇവിടെ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അതിൽ പഴയ വണ്ടികളുണ്ട്. ഇതേ ഒരു വിൻറ്റേജ് സാധനം കിടക്കുന്നുണ്ട് ഇവിടെ. അതിൻ്റെ ഇടയിൽ ഹിന്ദുസ്ഥാൻ സുസുക്കി ഉണ്ട്. വീണ്ടും ഒരു പഴയ വണ്ടി. ഇവിടെ ഒരു തണ്ടർബേർഡ് ഒക്കെ ഉണ്ട്. ഇത് ജലാൽക്ക നമുക്ക് അവരെ പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അതെ ഓക്കെ. ഇപ്പൊ നിങ്ങളെ കണ്ടു കഴിഞ്ഞാല് എത്ര ഏജ് ഉണ്ട് നിങ്ങൾക്ക്? 65 വയസ്സ്. 65 വയസ്സിൽ നിൽക്കണ ആള് നോക്കിയേ, ഏതാ റോള് ഔട്ട്ഫിറ്റ് ഉണ്ടോ? നമുക്ക് പറ്റുമോ അങ്ങനെ? ചായ തട്ടിയാ ഏജ് കഴിഞ്ഞ പിന്നെ കൂട്ടി പറയണം, കൂട്ടി പറയണം അല്ലേ? കുറച്ച് പറയാൻ പാടില്ല അല്ലേ? എത്ര പേര് വന്നിട്ട് നിങ്ങള്? 12 പേര് വന്നിട്ടുണ്ട് അല്ലേ? ക്ലബില്. അതെ, ഗുരുവായൂർ ബുള്ളറ്റ് ക്ലബ്ബ്. 2020 നമ്മള് എല്ലാ ആഴ്ചയും വരുന്നുണ്ടോ അല്ലെങ്കിൽ ഈ ആഴ്ച ഒരേ ഭാഗത്തേക്കായിട്ട് പോകും അല്ലേ? ചെറിയ ചെറിയ റൈഡുകൾ. അതെ, ഒരു പ്രചോദനമാണ്. അതെ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോ അങ്ങനെ അതിൽ കൂടെ ഗുരുവായൂർ ചാവക്കാട് ആ ഭാഗത്തുള്ളവരൊക്കെ ഉണ്ട് അല്ലേ? ഇവരൊക്കെ അതിലുള്ള ആൾക്കാരാണ് കേട്ടോ. അല്ല അതെ, ബാക്കിയുള്ളവർ അവിടെ ഉണ്ട്, ചായ പിടിക്കുന്നുണ്ട്, പാട്ട് ആസ്വദിക്കുന്നുണ്ട്. ഞാൻ മുറ്റിച്ചൂരാണ്. ഞാൻ സൈക്കിൾ റൈഡാണ്. ഞാൻ ഇതുപോലെ പ്രോഗ്രാമിന് വേണ്ടി വന്നതിനാണ് ഒന്ന് കാണാൻ. ചെറുതായിട്ട് RMI ക്രിയേഷൻ അങ്ങനെ ലോങ് ഒക്കെ പോകാറുണ്ട് നിങ്ങള്? അതല്ലേ? ഓക്കെ, അപ്പൊ പരിചയപ്പെട്ട സന്തോഷം കേട്ടോ. ഓക്കെ, ബൈ. ബുള്ളറ്റ് റൈഡേഴ്സ് ഇതേ ഇവിടുന്ന് യാത്ര പറയാണ് കേട്ടോ. അവരുടെ ബാക്കി വരുന്നുണ്ട്. അപ്പൊ അവരുടെ ഷോട്ട് നമുക്ക് അവിടുന്ന് പാലത്തുനിന്ന് എടുക്കാം. ഓക്കെ, ബൈ ബൈ, സീ യു, ബൈ. ബൈ. നമ്മള് ഇതേ പാടൂര് ചായക്കൂട്ടത്തിൽ വന്നു. ഇന്നത്തെ പ്രോഗ്രാമൊക്കെ ഇവിടുന്ന് കവർ ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നവരൊക്കെ ഇവിടെ വരാം. ഞായറാഴ്ചയാണ് ഇവിടുത്തെ പ്രോഗ്രാം. രാവിലെ 7 മണി തൊട്ട് സ്റ്റാർട്ട് ചെയ്യില്ലേ? 7 മണി തൊട്ട് ഏകദേശം 9 മണി 10 മണി വരെയൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും വരാം, കാണാം, പങ്കെടുക്കാം, പാട്ട് പാടാം, പൊളിക്കാം. അപ്പോൾ ഇവിടുന്ന് വരെ വൈൻഡപ്പ് ചെയ്യാണ്. ഓട്ടെ, കാണാം. അപ്പോൾ പാടൂരിനോട് നമ്മൾ വിട പറയാണ്. അടിപൊളിയായിരുന്നു ഇന്നത്തെ ദിവസം. നമുക്കൊരു പാട്ട് പാടാൻ പറ്റി. അപ്പോൾ നിങ്ങളും വന്നൊന്ന് ജോയിൻ ചെയ്യാം. അടിപൊളിയാണ്, സൂപ്പറാണ് പരിപാടി. എന്താ അവസ്ഥ എന്നുള്ളത് എങ്ങനെയുള്ള ഉള്ളിലേക്ക് റോഡ് പിടിച്ച് നോക്കാം. എന്താ അവസ്ഥ എന്നുള്ള അറിയാലോ. റോഡ് ശരിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ കയറിയത് എങ്ങൻ്റെ ഒരു സൈഡിൽ നിന്നാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു ഭാഗം എന്നല്ല, കുറേ ഭാഗങ്ങൾ ഫിനിഷായി കാണുന്നുണ്ട്. ചില ഭാഗത്തിലപ്പോൾ റോഡ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം, നോക്കാം. എന്തായാലും ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ എനിക്ക് കണ്ടശാങ്കട പാടാനപ്പള്ളി ആ ഭാഗം വരെ എത്താം എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. പോയോക്കാം. സൈഡിൽ കൂടെ സർവീസ് റോഡ് കാണുന്നുണ്ട്. അപ്പോൾ സർവീസ് റോഡിൽ പോവാതെ അവിടെ പണി നടക്കുന്നു നേരെ.